Hi my loves, welcome back to my channel. അപ്പോൾ ഞാൻ പണ്ടൊരു ആമസോൺ വീഡിയോ ചെയ്തിരുന്നു. അത് കുറച്ച് പേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ വട്ടവും നമ്മുടെ വീട്ടിലേക്കുള്ള എസെൻഷ്യൽസിന്റെ ഒരു വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം നമ്മുടെ വീട്ടിലേക്ക് ഒരുപാട് ക്ലീനിങ് ബിറ്റ്സും മേടിച്ചിട്ടുണ്ട്. പിന്നെ മൺസൂൺ സീസൺ ആയതുകൊണ്ട് അതിനുള്ള എസെൻഷ്യൽസും നമ്മൾ ഈ വട്ടം മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം എന്തൊക്കെയാണ് മേടിച്ചതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ക്ലീനിങ് ബിറ്റ്സ് ആണ്. വീട് ക്ലീൻ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ളവർക്ക് ഇത് എൻജോയബിൾ ആയിട്ടുള്ള ഒരു പാർട്ടായിരിക്കും. എൻജോയ് ചെയ്യാൻ പറ്റും. അല്ലാത്തവർക്ക് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. എനിക്കറിയാം ഇത് അഡൾട്ടിങ് ആണ്. അഡൾട്ടിങ് അറ്റ് ഇറ്റ്സ് പീക്ക് ആണ് ഈ ഒരു വീഡിയോ. കാരണം നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഐ ലവ് എനിത്തിങ് ദാറ്റ് സ്മെൽസ് ഗുഡ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാഷിങ്ങിനകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ആഡ് ഓൺ ചെയ്യാൻ, കംഫർട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഫാബ്രിക് കണ്ടീഷണേഴ്സ് ആഡ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുമല്ല നല്ല ഗുഡ് സ്മെല്ലിംഗ് ആയിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മൾ മേടിക്കുന്നത് ഒരു ഫ്രഷ് ലിനൻ ആ ഒരു സെന്റ് ആയിരിക്കും. അറിയാലോ, സർഫ് എക്സലിന്റെയും പിന്നെ കംഫർട്ടിന്റെ ആണെങ്കിലും ഒക്കെ അല്ലെങ്കിൽ ഫ്രഷ് ലിനൻ അങ്ങനെയുള്ള സെന്റുകളായിരിക്കും. അപ്പോൾ ഈ വട്ടം ഞാൻ ഡിഫറെന്റ് ആയിട്ട് നമ്മുടെ സോഫ്റ്റ് ടച്ചിന്റെ ജാസ്മിൻ കണ്ടു. അപ്പൊ അതൊന്ന് മേടിക്കാന്ന് വിചാരിച്ചു. ജാസ്മിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സെന്റ് അല്ല, പക്ഷെ ഇതെന്താ അറിയത്തില്ല, ഭയങ്കര പ്ലസന്റ് സ്മെല്ലിംഗ് ആണ് കേട്ടോ. നമ്മൾ ആ വാഷ് ചെയ്ത ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ നമ്മൾ ഡ്രൈ ചെയ്യാൻ ഇടുമല്ലോ, അവിടെ ആണെങ്കിലും ആ ഒരു സെന്റ് ഫുൾ ഇങ്ങനെ നിൽക്കും. അതുപോലെ നല്ലൊരു സെന്റ് ആണ് കേട്ടോ ഇതിന്റെ ജാസ്മിൻ. അപ്പൊ ഞങ്ങൾ എപ്പോഴും മേടിക്കുന്നത് ഇങ്ങനത്തേതാണ്. ഈ റീഫിൽ പാക്സ് മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്ലാസ്റ്റിക്കിന്റെ യൂസേജ് വരുന്നില്ല. കാര്യം ഒരു കുഞ്ഞു ബോട്ടിൽ മേടിക്കും, അത് തീരുമ്പോൾ അടുത്തത് മേടിക്കുന്നു, അങ്ങനെ മേടിച്ച് കൂട്ടുന്നതിന് പകരം ഇങ്ങനെ ഒരു റീഫിൽ പാക്ക് മേടിക്കും. പിന്നെ സെയിം ബോട്ടിൽ തന്നെ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്ലീനിങ് പ്രൊഡക്റ്റ് ആണ്. ഇത് നമ്മൾ ഒരുപാട് മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പം നമ്മുടെ സ്റ്റവ് ടോപ്പിലൊക്കെ ഒരു കറയുണ്ടാവുമല്ലോ, ഫുഡ് ഉണ്ടാക്കുന്നതിന്റെ പാർട്ടിക്കിൾസും പിന്നെ സ്റ്റബേൺ ആയിട്ടുള്ള ഡേർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ, ഇളകി വരാത്ത ടൈപ്പ്. അങ്ങനെയുള്ളിടത്ത് യൂസ് ചെയ്യാൻ പറ്റിയതാണ് പിങ്ക് സ്റ്റഫ്. ഇതിന്റെ ക്രീം ആയിട്ടുള്ളത് കൊണ്ട് പിന്നെ ഇത് നമുക്ക് ലിക്വിഡ് ഫോമിലാണ് കേട്ടോ. ക്രീം യൂസ് ചെയ്യാൻ നല്ല രസമാണ്. നമുക്കൊരു ചെറിയ ടിന്നി കിട്ടും. അത് നമുക്ക് സ്പഞ്ച് വെച്ചിട്ട് എടുത്തു കഴിഞ്ഞ് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ ഡേർട്ടും ഇങ്ങ് പോരും. നമുക്ക് പിന്നെ എന്നിട്ട് വൈപ്പ് ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെയാണ് ഇതും യൂസ് ചെയ്യേണ്ടത്. ഇത് ലിക്വിഡ് ഫോമിലാണെന്നേ ഉള്ളൂ. ഇതവിടെ നമുക്ക് ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ടൂത്ത് ബ്രഷോ പഴയ ബ്രഷുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്കത് വൈപ്പ് ചെയ്തെടുക്കാം. അവിടുത്തെ ഫുൾ ക്ലീൻ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ലൈം സ്കെയിലിനും യൂസ് ചെയ്യാവുന്നതാണ്. വാഷ് ബേസിനിൽ എന്തെങ്കിലും കറകളുണ്ടെങ്കിൽ, പോവാത്ത കറകളുണ്ടെങ്കിൽ ഇത് നല്ല ബെസ്റ്റ് സാധനമാണ് കേട്ടോ. ഇവരുടെ തന്നെ ഡിസിൻഫെക്റ്റന്റ് ആയിട്ടുള്ള സ്പ്രേ ഉണ്ട്, പിന്നെ ജെല്ലുണ്ട്, ടോയ്ലറ്റ് ക്ലീനേഴ്സ് ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ പിങ്ക് സ്റ്റഫിന്റെ. ഇത് കുറെ വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ലവ് ദിസ് പ്രോഡക്റ്റ്. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് പ്രോഡക്റ്റിലേക്ക് പോവാം. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ മൺസൂൺ സീസൺ ആണ്. ഇടയ്ക്ക് മഴ പെയ്യും, ഇടയ്ക്ക് നിൽക്കും, ഇടയ്ക്ക് മഴ പെയ്യും, ഇടയ്ക്ക് നിൽക്കും. അപ്പം മോൾഡിന്റെ ശല്യമുള്ളവർക്ക് ഏറ്റവും നല്ലതാണ് നമ്മുടെ മോയ്സ്ചർ അബ്സോർബർ. ഞാൻ മേടിച്ചതാണ് ഈ ഒരു സാധനം. കിച്ചണിൽ പെട്ടെന്നാണ് മോൾഡ് വരുന്നത്. ഇപ്പം നമ്മുടെ വുഡൻ ആയിട്ടുള്ള സാധനങ്ങളിലും ഒക്കെ പെട്ടെന്ന് നമുക്ക് മോൾഡ് വരാറുണ്ട്, ഒരു ഈർപ്പം നിൽക്കുന്നത് കൊണ്ട്, മോയ്സ്ചർ കൂടുതലായതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ഒരു സാധനം മേടിച്ചായിരുന്നു. ഇത് നമുക്ക് സിലിക്ക ജെൽസ് ആണ്. ഇത് ജസ്റ്റ് ഈ ഒരു ലിഡ് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് കുറച്ച് ഗ്രാനുൾസ് ഉണ്ട്, ഇങ്ങനെ പൗച്ചായിട്ട് ഇങ്ങനെ പൗച്ചിൽ വന്നിട്ടുണ്ട് കുറച്ച് ഗ്രാനുൾസ്. അപ്പൊ അത് പൊട്ടിച്ചിട്ട് നമ്മൾ ഇതിനകത്ത് ഇട്ട് ഇത് അടച്ചു വെച്ചാൽ മതി. അപ്പൊ അത്രയും മോയ്സ്ചർ ഇത് അബ്സോർബ് ചെയ്തെടുത്തോളും. പിന്നെ സിലിക്ക ജെൽ എന്ന് പറയുന്ന സാധനം പേടിക്കേണ്ട ഒരു വസ്തുവല്ല, അത് ടോക്സിക് ആയിട്ടുള്ളതല്ല. പിന്നെ അതിനകത്ത് ചിലപ്പം ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽസ് എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളത്. അല്ലെങ്കിൽ ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു അബ്സോർബർ ആണ് കേട്ടോ. പിന്നെ ഇത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ കബോർഡ്സിനകത്തും അല്ലെങ്കിൽ കിച്ചൺ ക്യാബിനറ്റ്സിനകത്തും ഒക്കെ ഇങ്ങനെ മോൾഡിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ ബ്രാൻഡിന്റെ തന്നെ ഇങ്ങനെ ഹാങ് ചെയ്യുന്ന ടൈപ്പ് അബ്സോർബർ മേടിച്ചിരുന്നു. അപ്പൊ ഇത് ബെസ്റ്റ് ഒരു സാധനമാണ് കേട്ടോ. നമുക്ക് ഇത് ഹാങ് ചെയ്തിടാനായിട്ട് പറ്റും. ഇതിപ്പോ നിങ്ങൾക്ക് ബെഡ്റൂമിലാണ് പ്രശ്നമെങ്കിൽ അവിടെയും വെക്കാം. എവിടെയാണ് പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ നമുക്ക് മോയ്സ്ചർ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ഒരു മഗ്ഗാണ് കേട്ടോ. പക്ഷെ ഇത് കിഡ്സിനുള്ളതാണ്, കിഡ്സിന്റെ മഗ്ഗാണ്. പക്ഷെ ഇത് എന്റെ ഹസ്ബൻഡ് കണ്ടപ്പോൾ സെലക്ട് ചെയ്തിട്ട് മേടിച്ചാണ് കേട്ടോ. അത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ക്യൂട്ടസ്റ്റ് മഗ്ഗാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു പോട്ടായിട്ട് വെക്കാം, ഇൻഡോർ പ്ലാന്റ്സിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മുടെ കിച്ചണിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനമാണ് കിച്ചൺ ടവൽസ്. കിച്ചൺ ടിഷ്യൂ ആയിട്ട് മേടിക്കുകയാണെങ്കിലുണ്ടല്ലോ എത്രയും പെട്ടെന്നാണ് അത് തീർന്നു പോകുന്നത്. കാരണം നമ്മൾ എപ്പോഴും ക്ലീനിങ്ങും വൈപ്പിങ്ങും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ റീയൂസബിൾ കിച്ചൺ ടവൽസ് ആണ് മേടിച്ചിരിക്കുന്നത്. ഇതിൽ 25 ഷീറ്റ്സ് ആണ് വരുന്നത്. ഇത് നമുക്ക് വാഷ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൂടിയാണ്. ഇതുപോലെ നമുക്കിങ്ങനെ വലിച്ചെടുത്തിട്ട് ഇത് നമുക്ക് വൈപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. എന്നിട്ട് വാഷ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും
യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒരു ടൈപ്പ് ഇതാണ് കേട്ടോ. എല്ലാവരും ചോദിക്കുന്നുണ്ടാകും അപ്പം ക്ലോത്ത് യൂസ് ചെയ്താൽ മതിയല്ലോ എന്നേ. ക്ലോത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ഡാമ്പ് സ്മെല്ല് വരും. എനിക്കത് ഇഷ്ടമേ അല്ല. ഒരു സ്റ്റെയിൽ സ്മെല്ല് വരും നമുക്ക് ക്ലോത്ത് യൂസ് ചെയ്യുമ്പോൾ. വീണ്ടും വീണ്ടും വാഷ് ചെയ്താലും അത് ഭയങ്കരമായിട്ട് ആ സ്മെല്ല് നിൽക്കും. അപ്പം അതുകൊണ്ട് ഇതാവുമ്പോൾ നമുക്ക് കുറച്ച് യൂസേജ് കഴിഞ്ഞ് ഒന്ന് സോഗ് ചെയ്യാന്ന് കാണുമ്പോൾ നമുക്കിത് കളയാനായിട്ട് പറ്റും കേട്ടോ. ഡിസ്പോസിബിൾ ആയിട്ടുള്ളതാണ്. നെക്സ്റ്റ് ഞാൻ മേടിച്ചത് നമ്മുടെ ഒരു വുഡിന്റെ സോൾട്ട് ആൻഡ് പെപ്പർ ഗ്രൈൻഡേഴ്സ് അല്ലേ, അതിലൊരു ഇതാണ് കേട്ടോ. ഇങ്ങനെ വുഡിന്റെ ഞാൻ ഇവിടെ ഫോട്ടോ എടുക്കാം. ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത് തുടങ്ങി കേട്ടോ, അതാട്ടോ കാണിക്കാത്തെ. ഞാൻ യൂസ് ചെയ്യുന്നത് സോൾട്ടിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ക്രിസ്റ്റൽ സോൾട്ട് മേടിച്ചിട്ട് അത് നമുക്ക് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്താൽ മതി ഇങ്ങനെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഗ്രൈൻഡ് ചെയ്തിടുന്നത്. നമുക്ക് സോൾട്ട് ആണെങ്കിലും പെപ്പർ ആണെങ്കിലും ഗ്രൈൻഡ് ചെയ്തിടാനായിട്ടിരിക്കും. അത് മാത്രമല്ല, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഡെക്കോർ പീസ് ആയിട്ട് നിങ്ങൾ നമ്മുടെ കിച്ചണിൽ വെക്കാനാണെങ്കിൽ അതിനും ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആണ് കേട്ടോ ഈ ഒരു സാധനം. അപ്പൊ ഇതായിരുന്നു നെക്സ്റ്റ് നമ്മൾ എടുത്തത്. പിന്നെയും ക്ലീനിങ് ബിറ്റ്സ് തന്നെയാണ് കേട്ടോ ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. ഇത് നമ്മുടെ കിച്ചണിൽ ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്പ്രേ ആണ് കേട്ടോ. ഇത് ഞാൻ പല ബ്രാൻഡിന്റെ മേടിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര എപ്പോഴും യൂസ് ചെയ്യേണ്ടതാണ്, നമുക്ക് ഡിസിൻഫെക്റ്റന്റ് ചെയ്യേണ്ടതാണ് കിച്ചൺ എന്ന് പറയുന്നത്. കിച്ചൺ കൗണ്ടർ ടോപ്പിൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. സ്റ്റീലായിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ, സിങ്കിന്റെ അവിടുത്തെ പൈപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ സ്റ്റീലിന്റെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം ഓപ്ഷൻ ആണ് കേട്ടോ ഇത് ബാത്റൂമിലും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഷവർ ഹെഡ് ഉണ്ടല്ലോ, അതിലൊക്കെ ലൈം സ്കെയിൽ വരുമ്പോൾ അതിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ്. അതുപോലെ നല്ലൊരു പ്ലസന്റ് സ്മെല്ലും ആണ്. പിന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും ഡൈനിങ് ടേബിൾ ഒക്കെ ആണെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇതും അതുപോലെ തന്നെ ഒരു ബെസ്റ്റ് ബ്രാൻഡാണ് കേട്ടോ, അസ്റ്റോണിഷ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അസ്റ്റോണിഷിന്റെ ആന്റി ബാക്ടീരിയൽ സർഫസ് ക്ലീനർ ആണ് കേട്ടോ വരുന്നത്. ഇത് പൊമോഗ്രാനൈറ്റ് ആൻഡ് റാസ്ബെറി ആണ് ഇതിന്റെ സെന്റ് വരുന്നത്. സെന്റ് നല്ല സെന്റ് ആണ് കേട്ടോ. നമുക്കൊരു നല്ല ഫ്രൂട്ടി സ്മെല്ലാണ്, കുടിക്കാൻ തോന്നുന്ന ടൈപ്പ്. നമ്മുടെ ജ്യൂസിന്റെ ഒക്കെ വരത്തില്ലേ, ഫ്രൂട്ടി ജ്യൂസിന്റെ ഒക്കെ സ്മെല്ലാണ് കേട്ടോ. അപ്പം ഇതിൽ നോ ബ്ലീച്ച് നോ ഡൈ pH ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ക്ലീനിങ് പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത്. ഇതിന് റേറ്റ് വരുന്നത് 349 ആണ്. ഇതിന്റെ കുറേ ഐറ്റംസ് ഉണ്ട്. അവർക്ക് വുഡിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് മിററിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ നല്ലൊരു ബ്രാൻഡാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ സോഫ്ലോറെ ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം. ആ സാധനം, ആ ഒരു ബ്രാൻഡ് ഇപ്പൊ കിട്ടാനേ ഇല്ല കേട്ടോ ഗൈസ്. അപ്പൊ അതുകൊണ്ട് ഞാൻ നോക്കിയതാണ് നെക്സ്റ്റ് ബ്രാൻഡ് ഏതായിരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ടത്. ഇതാകുമ്പോൾ കുറച്ചുകൂടെ ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റും കൂടിയാണ്. അപ്പൊ ഇതെന്റെ ഒരു ഫേവറേറ്റ് ആണെന്ന് തന്നെ പറയാം കേട്ടോ. തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മൺസൂൺ സീസൺ ആണ്. അവിടെ ഫാബ്രിക്കിലൊക്കെ ആണെങ്കിലും നമുക്കൊരു വല്ലാത്തൊരു ഡാമ്പ് സ്മെൽ ഉണ്ടാവും. നനഞ്ഞ ഒരു ഫാബ്രിക്സിന്റെ ഒക്കെ ഒരു സെന്റ് ഉണ്ടല്ലോ, അതെന്തായാലും നമ്മുടെ റൂംസിലും ഒക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ബെഡിലാണെങ്കിലും കർട്ടൻസിലാണെങ്കിലും നമ്മുടെ കാർപ്പറ്റ്സിലാണെങ്കിലും ഒക്കെ അടിക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ ഇത്. ചെറിയ നനം ഉണ്ടെങ്കിൽ ആ ഒരു ക്ലോത്ത്സിന് ഒരു സ്മെൽ ഉണ്ടാവുമല്ലോ, അത് ഇതിങ്ങനെ ഹൈഡ് ചെയ്ത് കളയും. എന്നിട്ട് ഈ ഒരു സെന്റ് ആയിരിക്കും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്രയ്ക്ക് നല്ലൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഫെബ്രീസിന്റെ ഈ ഒരു ഫാബ്രിക് ഫ്രഷ്നർ. ഇത് ഞാനിപ്പം കുറെ റീപർച്ചേസ് ചെയ്തിട്ടുണ്ട്. 3-4 വർഷമായിട്ട് യൂസ് ചെയ്യുന്നതുമാണ്. നമുക്കിത് നമ്മുടെ സോഫയിലാണെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം, ബെഡ്സിലാണെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം, അതുപോലെ തന്നെ കേർട്ടൻസിലും എല്ലാം നമ്മൾ ഇടുന്ന ഡ്രസ്സിലും നമുക്ക് സ്പ്രേ ചെയ്യാവുന്നതാണ്. പക്ഷെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിന്റെ ആ ഒരു സ്പ്രിറ്റ്സിന്റെ ആ ഒരു മാർക്ക് ഉണ്ടല്ലോ, അത് പോകാൻ വേണ്ടിയിട്ട്, അത് ട്രൈ ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം എടുക്കാം. എന്റെ ബ്രാൻഡിന്റെ പ്രൊഡക്ട്സ് ആണെങ്കിൽ ഓൺലൈനിൽ ഞാൻ സെൻഡ് ചെയ്യാൻ നേരത്തെ ഞാൻ ഇത് സ്പ്രേ ചെയ്തിട്ടാണ് കൊടുക്കാറ്. ഇത് നല്ലൊരു പ്ലസന്റ് സ്മെല്ലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പ്രൊഡക്റ്റ് കേട്ടോ, ഫെബ്രീസിന്റെ ഫാബ്രിക് റിഫ്രഷ്നർ. പിന്നെ ഞാനിപ്പം കുറച്ചും കൂടി നമ്മുടെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് നോക്കുമായിരുന്നു ഡിഷ് വാഷിങ്ങിനായിട്ട്. അപ്പൊ അങ്ങനെ ഡിഷ് വാഷറിന് ഞാൻ നോക്കിയപ്പോൾ ക്ലീൻ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ ക്ലീനസ്റ്റിന്റെ ഡിഷ് വാഷിംഗ് ലിക്വിഡ്. അപ്പൊ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഒരു, നമുക്ക് കയ്യിലൊന്നും പുകച്ചിലോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, സ്കിൻ റാഷസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഹാൻഡ്സ് ആണെങ്കിലും കുറച്ചുകൂടെ സോഫ്റ്റ് ആക്കി വെക്കും. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റും നല്ലതാണ്. ഇത് റീഫിൽ പാക്ക് ആണ് കേട്ടോ മേടിച്ചത്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ പാർട്ട് 1 ആമസോണിലെ ഹോം എസെൻഷ്യൽസ് ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് വെൽനസിന്റെ ഐറ്റംസ് ആയിരിക്കും. ആമസോൺ ഹോൾ വീഡിയോ അപ്പോൾ കുറെ ലോങ് ആയി പോകും, അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് 2 പാർട്ടായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാൻ വെൽനസിന്റെ കാര്യങ്ങളും കാണിച്ചു തരാമേ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. ഇഫ് യു ഡിഡ്, പ്ലീസ് ഗിവ് ഇറ്റ് എ തംസ് അപ്പ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. എനിക്കിതുപോലത്തെ ക്ലീനിങ് ബിറ്റ്സും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ, പണ്ട് തൊട്ടേ അങ്ങനെയാണ്. അപ്പോൾ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ. ലവ് യു ഗൈസ്.